ഗൂഡല്ലൂരിലെ ടീ ഫാക്ടറിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ചായ നിർമ്മാണ പ്രക്രിയ വളരെ സങ്കീർണമായ ഒരു പ്രോസസ് ആണ്. പരിചയസമ്പത്തും പരിശീലനം ലഭിച്ച തൊഴിലാളികളും ചായയുടെ ഗുണമേന്മയിൽ പ്രധാന പങ്കുവഹിക്കുന്നു. തേയില നിർമ്മാണ പ്രക്രിയ സങ്കീർണമായ ഒന്നാണ്. അത് നല്ല 2 ഇലകളും ഒരു മുകുളവും പറിക്കുന്നതിലൂടെ ആരംഭിക്കുന്നു. അതിന്റെ ഫലമായി നിങ്ങൾ കാണുന്ന അവസാന തേയിലയിൽ കലാശിക്കുന്നു. ഒരു നൂറ്റാണ്ടിലേറെയായി പരിശീലിച്ചുവരുന്ന ട്രഡീഷണൽ ചായ നിർമ്മാണ പ്രക്രിയ ഉപയോഗിച്ചാണ് ടീ പ്രധാനമായും നിർമ്മിക്കുന്നത്. ചായയുടെ ചിട്ടയായ നിർമ്മാണം താഴെ പറയുന്ന ഘട്ടങ്ങൾ ഉറപ്പുനൽകുന്നുണ്ടെങ്കിലും ടീമംഗങ്ങളുടെ വൈദഗ്ധ്യം നിർണായകമാണ്. കാരണം ഓരോ ഘട്ടവും എത്രത്തോളം നിർവഹിക്കണമെന്ന് കൃത്യമായ സമയവും ലെവലും വ്യാപ്തിയും തീരുമാനിക്കുന്നത് അവരാണ്. അറിവും അനുഭവവും കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ്. അത് മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പ്രയാസമാണ്. അതിനാൽ ടീമംഗങ്ങളുടെ പങ്ക് നിർണായകമാണ്. വിദഗ്ധരായ ചായ എടുക്കുന്നവർ പുതിയ ഇലകൾ മാത്രം പറിച്ചെടുക്കുന്നു. മുകുളവും അതിനു താഴെയുള്ള ഇലകളും അടങ്ങിയതാണ്. ഇത് രുചിയിലും സ്വഭാവത്തിലും സമ്പന്നമായ ഒരു ചായ ഉറപ്പാക്കുന്നതിനുള്ള താക്കോലാണ്. അമിനോ ആസിഡുകളും ഫ്ലേവർ സംയുക്തങ്ങളും വർദ്ധിപ്പിക്കുന്ന സെൽ വാൾ പെർമിയബിലിറ്റി നിർമ്മാണത്തിന്റെ തുടർന്നുള്ള ഘട്ടങ്ങളിൽ പ്രധാനമാണ്. ഈ രാസവാടിപ്പോകൽ വേണ്ടത്ര നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പറിച്ചെടുത്ത ഇലകൾ കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും ഇതിന് വിധേയമാക്കും. ഇലകളുടെ കോശങ്ങളെയോ അറകളെയോ വിഘടിപ്പിക്കുകയും ഇലകളിലെ രാസഘടകങ്ങളെ എൻസൈമുകളുമായി കലർത്തുകയും ചെയ്യുക എന്നതാണ് റോളിംഗിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് വിവിധ തരം റോളറുകൾ ഉപയോഗിക്കുന്നു. ആദ്യ റോൾ പലപ്പോഴും വളരെ സൗമ്യവും പ്രീകണ്ടീഷനിംഗ് റോൾ എന്നറിയപ്പെടുന്നതുമാണ്. ഇങ്ങനെ അരക്കുമ്പോൾ ലഭിക്കുന്ന ചാറുകൾ ചായയുടെ കറുപ്പിന് മെച്ചം നൽകുന്നതിനാൽ കണങ്ങളുടെ ഉപരിതലത്തിൽ ഉണങ്ങാൻ അനുവദിക്കുന്നു. ഇലയുടെ കോശങ്ങളെ സമഗ്രമായി അരച്ചെടുക്കുന്നതിനായി തുടർന്നുള്ള റോളിംഗ് പ്രോഗ്രാം ചെയ്യുന്നു. ഉരുളുന്ന പ്രക്രിയയിൽ ഘർഷണം മൂലം ഗണ്യമായ അളവിൽ താപം ഉണ്ടാകുന്നു. എന്നാൽ ഉയർന്ന താപനിലയിൽ അഭികാമ്യമല്ലാത്ത രാസെൻസൈം പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാകാമെന്നതിനാൽ താപനില 35 കവിയുന്നില്ലെന്ന് ഉറപ്പാക്കുന്നത് പ്രധാനമാണ്. ഇലകളുടെ കോശങ്ങളെ അരച്ചെടുക്കുന്നതിനും ഇലയുടെ രാസഘടകങ്ങൾ കലർത്തുന്നതിനും ഒരു റോളിംഗ് മോഷൻ ഉപയോഗിച്ച് ഘട്ടം ഘട്ടമായി ഇലയിൽ സമ്മർദ്ദം ചെലുത്തുന്നു. റോൾ ബ്രേക്കറിലൂടെ ഇല അരച്ചുപെറുക്കിക്കഴിഞ്ഞാൽ അത് തുല്യമായ പ്രതലത്തിൽ വിരിച്ച് ഓക്സിഡൈസേഷൻ അനുവദിക്കും. ഈ ഫെർമെന്റേഷൻ പ്രക്രിയ സങ്കീർണമായ രാസപ്രവർത്തനങ്ങളുടെ ഒരു പരമ്പരയാണ്. അത് റോളറിൽ ഇല പൊട്ടിയ നിമിഷത്തിൽ ആരംഭിക്കുന്നു. കോശത്തിനുള്ളിലെ മറ്റ് രാസസംയുക്തങ്ങളുമായി എൻസൈമുകളുടെ മിശ്രിതത്തിന് കാരണമാകുന്ന കോശങ്ങളുടെ വിഘടനം നിരവധി പ്രതിപ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു. പോളിഫെനോളുകളുടെ ഓക്സീകരണം ആണ് ഏറ്റവും പ്രധാനം. ഫെർമെന്റേഷൻ സമയത്ത് സംഭവിക്കുന്ന ഒരു അധിക പ്രക്രിയ ചില ഫ്ലേവർ സംയുക്തങ്ങളുടെ രൂപവത്കരണമാണ്. പുളിപ്പിച്ച ഇലകൾ ഉയർന്ന ചൂട് സൃഷ്ടിക്കുന്ന ഡ്രയറിലൂടെ കടത്തിവിടുന്നു. ഉണക്കൽ പ്രക്രിയ ഇലയുടെ ഈർപ്പം നീക്കം ചെയ്യുകയും എൻസൈമുകളെ നശിപ്പിച്ച് അഴുകൽ നിർത്തുകയും ചെയ്യുന്നു. കൂടാതെ ഫെയറിംഗ് സമയത്ത് ചായയുടെ സ്വാദും സന്തുലിതമാണ്. കാരണം കുറച്ച് ആവശ്യമുള്ള ലോ ബോയിലിംഗ് കോമ്പൗണ്ടുകൾ നീക്കം ചെയ്യപ്പെടുന്നു. അങ്ങനെ കൂടുതൽ ഉപയോഗപ്രദമായ ഹൈ ബോയിലിംഗ് കോമ്പൗണ്ടുകളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നു. തീയനച്ച ചായ ഇലകൾ വിവിധ മെഷുകളിലൂടെ അരിച്ചെടുക്കുന്ന സിഫ്റ്ററുകളിലൂടെ അയച്ച് കണങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച് അടുക്കുന്നു. ഇത് ചായകളെ വിവിധ ഗ്രേഡുകളായി തരംതിരിക്കാൻ സഹായിക്കുന്നു. പൊടി, പെക്കോ മുതലായോ. ചായയുടെ ഇലയുടെ രൂപം, സുഗന്ധം, കപ്പിന്റെ നിറം,
സ്വഭാവം എന്നിവയിൽ എല്ലാ ഗുണമേന്മകളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഉണ്ടാക്കിയ ചായ ടീ മേക്കറും വിദഗ്ധരായ ആസ്വാദകരും രുചിച്ചുനോക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നതാണ് അവസാന ഘട്ടം. നമ്മൾ ചായ കുടിക്കുമ്പോൾ തേയിലയിൽ നിന്ന് വളരെ സങ്കീർണമായ ഇത്തരം നിരവധി പ്രോസസ്സുകൾ കടന്നാണ് അവ ചായയായി നമ്മുടെ മുന്നിൽ എത്തുന്നത് എന്ന് നാം അറിയാറില്ല.